പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി ചർച്ച ചെയ്യുന്നത്. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO വികസിപ്പിച്ച ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി റിപ്പോർട്ടുകൾ. ജൂൺ 10, 11 തീയതികളിലായി നടന്ന പരീക്ഷണത്തിൽ 2 ഇന്റർസെപ്റ്റ് മിസൈലുകൾ, ഒരു നേവൽ ആന്റിഷിപ്പ് മിസൈലും വിജയകരമായി പരീക്ഷിച്ചതായി അധികൃതർ അറിയിച്ചു. ശത്രുരാജ്യങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് കണ്ടെത്തി തടയുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഒഡീഷയിലെ ചാന്ദിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. 2000 മുതൽ 5000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ശേഷി ഈ സംവിധാനത്തിനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അന്തരീക്ഷത്തിനുള്ളിലും ബഹിരാകാശ മേഖലയിലും ലക്ഷ്യങ്ങളെ തടയാനുള്ള ഇതിന്റെ കഴിവിനെ ഇതിലൂടെ പരിശോധിച്ചതായും അറിയിപ്പ് വന്നു. ഇതിനോടൊപ്പം ഇന്ത്യൻ നാവികസേനയ്ക്കായി വികസിപ്പിച്ച മീഡിയം റേഞ്ച് നേവൽ ആന്റിഷിപ്പ് മിസൈലിന്റെ ആദ്യ പരീക്ഷണവും വിജയകരമായി പൂർത്തിയായി. സമുദ്രാതിർത്തിക്കുള്ളിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രതിരോധ രംഗത്ത് തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് പദ്ധതികളെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ സാങ്കേതിക വിദ്യ, കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ എന്നിവയിൽ രാജ്യത്തിന്റെ നിക്ഷേപം വർദ്ധിച്ചു വരികയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ പരീക്ഷണത്തിന്റെ വിജയത്തിൽ DRDOയിലെ ശാസ്ത്രജ്ഞരെയും സായുധ സേനയെയും പ്രശംസിച്ചു. ദേശീയ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പായാണ് ഈ നേട്ടത്തെ പ്രതിരോധ മേഖലയിലെ നിരീക്ഷകർ കാണുന്നത്.